ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. ഇപ്പോൾ 9-10 ദിവസമായി നടക്കുന്ന ഇസ്രായേൽ-ഇറാൻ യുദ്ധം തുടരുകയാണെങ്കിൽ പ്രധാന റിസ്കുകളും മാർക്കറ്റ് ഇംപാക്റ്റും എങ്ങനെയെന്ന് നോക്കാം. പ്രധാന റിസ്കുകൾ: ഓയിൽ സപ്ലൈ ഷോക്ക്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഭാഗിക പൂർണ്ണ ബ്ലോക്കേജ് തുടരുന്നത് കാരണം ഗ്ലോബൽ ക്രൂഡ് ഓയിൽ 20-30% വരെ കുറയാം. ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ പ്രൊഡക്ഷൻ കുറച്ചു. ടാങ്കറുകൾ അപകടത്തിലായി. ഇൻഫ്ലേഷൻ സ്പൈക്ക്. ഓയിൽ വില ബാരലിന് 100-120 മുകളിൽ എത്തിയേക്കാം. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ ലിറ്ററിന് 100-110 ഫുഡ്, ട്രാൻസ്പോർട്ട് ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലും വിലക്കയറ്റം സൃഷ്ടിച്ചേക്കാം. മാനുഫാക്ചറിംഗ് ചെലവ് കൂടുമെന്നു പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഗ്ലോബൽ റിസ്ക് പ്രീമിയം. യുദ്ധം നീണ്ടാൽ ഫിനാൻഷ്യൽ മാർക്കറ്റുകളിൽ പാനിക് സെല്ലിംഗ്, FII ഔട്ട്ഫ്ലോ വർദ്ധിക്കും. ഇന്ത്യൻ രൂപ നിരക്ക് 92-95 മുകളിലെത്തിയാൽ അതിശയമില്ല. റീജിയണൽ സ്പിൽ ഓവർ. ഹെസ്ബുള്ള, ഹൂതി, ഇറാഖ് മിലീഷ്യകൾ ആക്രമണം വർദ്ധിപ്പിക്കാം. ഗൾഫ് രാജ്യങ്ങൾ സൗദി, UAE ഇൻവോൾവ് ആകാം. എനർജി, ഷിപ്പിംഗ് ഡിസ്റ്റർബൻസ്. ഇന്ത്യ സ്പെസിഫിക്. റെമിറ്റൻസ് കുറയാം. ഇമ്പോർട്ട് ബില്ലും ട്രേഡ് ഡെഫിസിറ്റും വർദ്ധിക്കും. RBI റേറ്റ് കട്ട് ഡിലേ ആകാം. മാർക്കറ്റ് ഇംപാക്റ്റ്. ഓയിൽ ആൻഡ് എനർജി സെക്ടർ ഉയർച്ച തുടരും. റിലയൻസ്, ONGC, ഓയിൽ ഇന്ത്യ, BPCL ഓഹരികൾ +10-30% പൊട്ടൻഷ്യൽ. പക്ഷേ വോളറ്റിലിറ്റി ഉയർന്നു. സ്വർണം, ഗോൾഡ് സേഫ് ഹേവനായി കൂടുതൽ ഉയരാം. ഇപ്പോൾ 10 ഗ്രാമിന് 1,60,000 മുതൽ 63,000 വരെ. യുദ്ധം നീണ്ടാൽ ഔൺസിന് $3,000 മുകളിലെത്താം. ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 77,000-79,000. നിഫ്റ്റി 224,500 വരെ. 5-10% കൂടി ഇടിവ് സാധ്യത. FII സെല്ലിംഗ്, ഹൈ വിക്സ് 25+. IT, FMCG, കൺസ്യൂമർ സ്റ്റോക്സ് സേഫ്. ബാങ്ക്സ് പ്രഷറിൽ. ഹൈ ഇൻഫ്ലേഷൻ, ഹൈ റേറ്റ്സ്. ഗ്ലോബൽ ഇക്കണോമി. GDP ഗ്രോത്ത് സ്ലോ ഡൗൺ. 0.1 മുതൽ 0.5 വരെ % കട്ട് ഉണ്ടായേക്കാം. പോസിറ്റീവ് സൈഡ്. ഡിഫൻസ്, HAL, BEL, മെറ്റൽസ്, ഓയിൽ എക്സ്പോർട്ടേഴ്സ് ഗെയിൻ. ഗോൾഡ്, എനർജി സ്റ്റോക്സിൽ അവസരങ്ങൾ. യുദ്ധം നീണ്ടാൽ ഏറ്റവും വലിയ റിസ്ക് ഓയിൽ ഷോക്കും ഇൻഫ്ലേഷനുമാണ്. സേഫ് അസറ്റ്സ്, ഗോൾഡ്, എനർജി ഫോക്കസ് ചെയ്യുക. വോളറ്റിലിറ്റി ഉയർന്നതിനാൽ ഷോർട്ട് ടേം ട്രേഡിംഗിന് ശ്രദ്ധ. വാച്ച് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അപ്ഡേറ്റ്സ്. US-ഇസ്രായേൽ സ്ട്രൈക്സ് ക്ലോസിൽ. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.